ആത്മാശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പരിശുദ്ധനുമായി ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മഷിഹ പോലെ പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വാഗ്ദാനം കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന മോദനങ്ങളോട് സ്വർഗീയമായ അനുഗ്രഹങ്ങളോട് നൽകുകയും പരിഭാവിതരെ അനുകരിക്കുകയും വിനയത്താലിന്റെ ശ്രേഷ്ഠാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെ റബേക്കയുടെ വിവാഹദശത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോദനം കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തന്റെ രക്ഷയാൽ അനുഗ്രഹിക്കുകയും മണവാട്ടിയെ ശാശ്വത വിഷയമായ മനോഹര ഭക്ഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങളുള്ള അലങ്കാരങ്ങളേക്കാൾ മഹിമയേറിയ വെളുപ്പിന്മത്തിലുകൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സഭാ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപടസ്നേഹത്തെ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യങ്ങളിലൂടെ അലങ്കരിക്കപ്പെടട്ടെ. സ്വരഫലങ്ങളാൽ ശ്വശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസ്വീകാര്യങ്ങളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചുകൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന് നിർമ്മലമാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടയാത്മാക്കളിവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മകളുടെ നിൽക്കുന്ന ബലഹീനമാണെന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെ സൗഭാഗ്യകാലങ്ങളെ നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യങ്ങൾക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സ്വദേശവാസരപ്പെടുത്തിക്കൊള്ളണമേ. അത് തന്നെ സദാശ്രയവാനുള്ള മക്കൾക്ക് വലിയ അവകാശമായി നൽകുവാനും ചെയ്യണമേ. നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 മിനിറ്റായി ദേവരാജങ്ങളുടെ പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ ജയമുള്ള ശ്രീകാരാകൂടെ സ്ഥിതി ചെയ്യുന്ന ദുഷ്ടങ്ങളുടെ സൈന്യങ്ങളും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. വാദാശിയുടെ ആദ്യ ഭാഗം അവസാനിച്ചിരിക്കുകയാണ്. ഒന്നിക്കപ്പെട്ട് ഞങ്ങൾ ഈ ദേവാലയത്തേക്ക് പുറത്തുപോയി ദൈവസന്നിധിയിൽ ഒരു കുടുംബജീവിതം നയിക്കത്തക്കോണം ദൈവം നിങ്ങളെ വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നു. ദൈവത്തോടുള്ള നിങ്ങളുടെ ബന്ധവും നിങ്ങൾ തമ്മിലുള്ള ബന്ധവും നിങ്ങളുടെ ജീവിത ദർശനവും നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ഉത്തരവാദിത്വവും എത്രമാത്രം ശക്തമാണ്, ദൈവികമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം നിങ്ങൾ നയിക്കുമ്പോൾ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ആ ദൈവത്തെ നിങ്ങൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവം എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം കണ്ടെത്തുവാൻ സാധിക്കത്തുള്ളൂ. പ്രയാസങ്ങളിൽ കൂടിയും ദുഃഖങ്ങളിൽ കൂടിയും പ്രതീക്ഷകളിൽ കൂടിയും ഒക്കെ കടന്നു പോകുന്ന മനുഷ്യന് ഈ അന്വേഷണം ആവശ്യമാണ്. അതുകൊണ്ട് സഭയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ, സഭയുടെ ശുശ്രൂഷൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് തരുവാനുള്ള ആദ്യത്തെ ഉപദേശം,
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണം എന്നുള്ളതാണ്. അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തണം. ആ ദൈവം നിങ്ങളെ നയിക്കും. രണ്ടാമത്, നിങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. വ്യത്യസ്ത സ്വഭാവങ്ങളും അഭിരുചികളും സമീപനങ്ങളും ഒക്കെ ഉള്ള നിങ്ങളുടെ ജീവിതം ധന്യമാകുന്നത് ഒരു പ്രത്യേകമായ ജീവിത ദർശനത്തിൽ കൂടി മാത്രമാണ്. മറ്റുള്ളവരെ ബന്ധപ്പെടാതെ ജീവിതം സ്വാഭാവികമായി തീരില്ല, ആനന്ദകരമായി തീരുകയില്ല. മറ്റുള്ളവരുടെ നന്മയിലും സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ നാം പങ്കുചേരണം. എങ്കിൽ മാത്രമേ നമ്മുടെ നന്മയിലും നമ്മുടെ ദുഃഖത്തിലും മറ്റുള്ളവരും പങ്കുചേരുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിത ദർശനത്തോട് ഉള്ള ഒരു അന്വേഷണവും നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ വിവാഹ ജീവിതം, കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു അന്വേഷണത്തിൻ്റെ ജീവിതമാണ്. ദൈവത്തെ അന്വേഷിക്കുക, ജീവിത പങ്കാളികളുടെ സംതൃപ്തിയും സന്തോഷവും അന്വേഷിക്കുക, മറ്റുള്ളവരുടെ നന്മ അന്വേഷിക്കുക. അങ്ങനെയുള്ള ഒരു കുടുംബജീവിതം നയിക്കത്തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടാമത്തെ ശുശ്രൂഷ ആരംഭിക്കാൻ എല്ലാവർക്കും എഴുതും. പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും ആദ്യാരിൽ കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതല്ല അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സ്ഥലവും ബന്ധിതമായിരിക്കുന്നവനും തന്റെ വലുപ്പത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതിനുമായ കർത്താവിന് സ്തുതി.
അവിടുത്തെ ദാസരുടെ കിരീടങ്ങളിൽ ആസ്വദിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതി ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബക്കുൽ ഭൂയാവോ സഹായാലമേ. വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തല കുനിച്ച്